ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ബ്യൂട്ടി ആൻഡ് ലൈഫ് ബൈ അനു എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ മുടിയുടെ ഫ്രണ്ട് പോർഷൻ മാത്രം സ്മൂത്തും ചെയ്യുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. ആദ്യം മുടി എവിടം വരെയാണോ സ്മൂത്തും ചെയ്യേണ്ട ആ ഭാഗം മാത്രം സെക്ഷൻ തിരിച്ച് ബാക്കിയുള്ള പോർഷൻ മുഴുവൻ നന്നായി കെട്ടിവെക്കണം. അതിനുശേഷം സ്മൂത്തും ചെയ്യേണ്ട മുടി നന്നായിട്ട് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം നമുക്കത് ഉണക്കിയെടുക്കാം. ഇതിനുശേഷം ഈ മുടി സെക്ഷൻ തിരിച്ച് ക്രീം അപ്ലൈ ചെയ്ത് തുടങ്ങാം. അങ്ങനെ ഫുൾ മുടിയിലും ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അത് വാഷ് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫുൾ മുടിയിലും ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തിന് ശേഷം ഇത് വാഷ് ചെയ്തിട്ട് ഡ്രയർ കൊടുത്ത് ഉണക്കിയെടുക്കണം. അതിനുശേഷം നന്നായിട്ട് സെക്ഷൻ തിരിച്ച് അയൺ ചെയ്യണം. ഫ്രണ്ടിൽ കാണുന്ന ഈ പോർഷൻ നമ്മൾ ഒരിക്കലും കട്ട് ചെയ്തിട്ടിരുന്ന മുടിയാണ്. അന്ന് ഇച്ചിരി കൂടെ ലെങ്ത് കുറച്ച് തോൾ വരെയാക്കിയാണ് കട്ട് ചെയ്തിട്ടിരുന്നത്. ഇപ്പോൾ അത് വളർന്ന് ഇത്രയും ലെങ്ത് ആയതാണ്. അപ്പോൾ അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കൊരു കൺഫ്യൂഷൻ, ഇത് ഒന്നുകൂടെ കട്ട് ചെയ്യണോ വേണ്ടതെന്ന്. പക്ഷേ നല്ല ലെങ്തിൽ കിടന്നപ്പോൾ ഒന്നുകൂടെ ഭംഗി തോന്നി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതൊന്ന് ലെവലാക്കി കൊടുത്താൽ മതി, കട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. നിങ്ങൾ പറയും പെട്ടെന്ന് വേണ്ടിയോ? കുഴപ്പമില്ലെന്നാണല്ലേ. ഇനി ഇങ്ങനെ പോകും. എന്നിട്ട് അവിടെ ചെന്ന് ആരുടെയെങ്കിലൊക്കെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് ഇത്ര കൂടി ചെയ്ത് കിട്ടിയല്ലേ വെട്ടിയിടുന്നേക്കാൾ എനിക്ക് ഇച്ചിരി കൂടെ ഇതായിട്ട് തോന്നുന്നത് ഇതാ. ഇങ്ങനെ ഇങ്ങനെ കാണിച്ചതിന് ആരും കളിയാക്കത്തില്ല. ഇത്രയും ലെങ്ത് ഉണ്ടല്ലോ. അങ്ങനെ ഏറ്റവും ചെറുതായിട്ടൊരു ഇത് കണ്ട അതൊന്നും ശരിയാക്കാം. അത്ര മതി. ഇങ്ങനെയാണോ മുടി കെട്ടുന്നത്? ഞാനിങ്ങനെയോ ഇങ്ങനെ ഫിക്സ് ചെയ്യും. ഇതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. ഇച്ചിരി പൊക്കം തോന്നുന്നുണ്ട് അല്ലേ? കണ്ട അതെ വെട്ടിയതൊക്കെ ഉണ്ടാ ഇവിടെ. നമ്മൾ അന്ന് വെട്ടിയതൊക്കെ അപ്പൊ അതിന്റെ തുമ്പൊന്ന് ലെവൽ ചെയ്ത് കറക്റ്റാക്കി കൊടുത്താൽ വെട്ടിക്കളയണ്ട. ഇത്രയും ലെങ്ത് കിട്ടിയല്ലോ ഉണ്ടാ. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ശരിയാക്കി അങ്ങ് വിടുവാണെങ്കിലേ വെട്ടിയ പോലെ കടന്നു പോകണം. ഓക്കെ.
നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇത് വെട്ടിയെന്ന് തോന്നിട്ട് വെട്ടിയിട്ടുണ്ട്. പോരെ? ഓക്കെ. അങ്ങനെ ഹെയറൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും മുടി സെക്ഷൻ തിരിച്ച് അടുത്ത ക്രീം അപ്ലൈ ചെയ്യാണ്. ഈ ക്രീമും വാഷ് ചെയ്ത് മുടി ഉണക്കിയെടുക്കുന്നതോടുകൂടി നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നതാണ്. ഇതാണ് മുടിയുടെ ഫൈനൽ റിസൾട്ട്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.